ഹായ്. ഇന്നലെ പോർച്ചുഗലും DR കോങ്ങും തമ്മിലുള്ള മത്സരങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്നെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇഷ്ടമായിട്ട് പങ്കുവെക്കുന്നതാണ്. ഇത് ഫുട്ബോളും നമ്മുടെ ജീവിതവും, പിന്നെ ഈ വേൾഡ് കപ്പിൽ പുതുതായിട്ട് വന്ന കുറച്ച് രാജ്യങ്ങളും. ഈ CR7 ഇന്നലത്തെ കളിയിൽ പലരും സംതൃപ്തരല്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് CR7 ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്ന ഒന്നല്ല ഈ ഇപ്പോൾ വേൾഡ് കപ്പിൽ കപ്പ് ഉയർത്തുക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മെസ്സി ആയിക്കോട്ടെ, നെയ്മർ ആയിക്കോട്ടെ, ഒറ്റയ്ക്ക് നടക്കുന്നതല്ല. നമ്മുടെ ജീവിതമായിട്ടൊന്ന് ബന്ധമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എത്ര തന്നെ നമുക്ക് കഴിവുണ്ടെങ്കിലും ഒറ്റയ്ക്ക് നേടിയെടുക്കാമെന്ന് വാശി പിടിക്കാറുണ്ടല്ലോ. മൈ ലൈഫ് മൈ റൂൾ നിരത്തൽ സാധ്യമല്ല. കൂട്ടുപിടിക്കേണ്ടവരെ കൂട്ടായ പ്രവർത്തനത്തിൽ കൂടി നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. അതുതന്നെയാണ് ഫുട്ബോൾ. ഇപ്പോൾ കണ്ടത് അങ്ങനെ തന്നെയാണ്. കൂട്ടുപിടിക്കേണ്ടവരെ കൂട്ടുപിടിക്കാൻ തന്നെ വേണം, എന്നാലും ജീവിതത്തിൽ വിജയിക്കും. ഇനി ഇതിൽ പരാജയപ്പെടുന്നത് ആര്? ക്രിസ്ത്യാനോ. CR7 പരാജയപ്പെട്ടല്ലോ. CR7 പരാജയപ്പെട്ടതിന് ശേഷം ഒന്ന് ഇൻസ്റ്റയിലെടുത്തൊരു പോസ്റ്റ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മലയാളം ഇങ്ങനെയാണ്: ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല, പിന്നെ നമ്മൾ ആഗ്രഹിച്ച തുടക്കമല്ല ഇത്. നമ്മുടെ ഈ ടീം നല്ലൊരു സ്പിരിറ്റായി അടുത്തൊരു കളിയെ തല ഉയർത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് നേരിടണമെന്നാണ് ക്രിസ്ത്യാനോ ഇൻസ്റ്റ എന്ന പോസ്റ്റിൽ കൂടി സമൂഹത്തിൽ കൊടുക്കുന്നത്. ഒന്ന് പ്രതീക്ഷയാണ്. ഫുട്ബോൾ ഒരു പ്രതീക്ഷയാണ്. നമ്മൾ സുഡാനി ഫ്രം നൈജീരിയയിൽ വായിക്കാറില്ലേ, നിങ്ങൾ എത്ര ഗോളിന് തോറ്റു വന്നാലും അവസാനത്തെ സെക്കൻഡിൽ ഒരു ഗോളെങ്കിലും അടിക്കും എന്ന പ്രതീക്ഷ ഉണ്ടല്ലോ. ആ ഭ്രാന്ത് എന്ന് അവസാനിക്കുന്നുവോ, നീ ഫുട്ബോൾ എന്ന ഭ്രാന്ത് അവസാനിപ്പിക്കും. അത്രയേ ഉള്ളൂ. ജീവിതം എന്ന് വെച്ചാൽ പ്രതീക്ഷയാണ്. നാളെ എന്താവും നമുക്കറിയാൻ ചെയ്യില്ല. പ്രതീക്ഷയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. തന്നെയാണ് ഫുട്ബോളും ജീവിതവും. ഫുട്ബോളിൽ പെനാൽറ്റി ഫോളും, ജീവിതത്തിന് പെനാൽറ്റി ഫോളുണ്ട്. എന്തിന്? ഫുട്ബോൾ ലോകോത്തര നിലവാരത്തിൽ അറിയപ്പെട്ടു. അതേപോലെ നമ്മുടെ ജീവിതവും ലോകോത്തര നിലവാരത്തിൽ അറിയപ്പെടണം. അതിന് ചില ക്രമങ്ങളൊക്കെ ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി കൊച്ചു രാജ്യങ്ങളുണ്ട്, ഈ കുറസാവോ, കേപ്പ് എന്നുണ്ടല്ലോ. ആദ്യം കളിട്ടുണ്ടേ DR കോങ്കോ. നമ്മൾ സാധാരണ പറയൂലേ ഇവർക്ക് കൊച്ചു രാജ്യങ്ങളാണ്. നമ്മൾ പറയാനായിട്ടില്ല. മുമ്പിൽ നിൽക്കുന്ന മനുഷ്യന്മാരാണെങ്കിൽ കഴിവുകളുടെ ചാകരയാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ഉഷാറായി വരുന്നത്. ഇവരൊക്കെയാണ് എന്താ പറയുക, പോർച്ചുഗലിനെതിരെയും സ്പെയിനിനെതിരെയും ഏറ്റുമുട്ടുന്നത്. ജർമ്മനിക്കെതിരെ ഗോളടിക്കുക കുറസാവും ചെറിയ കാര്യമാണ്. അപ്പോൾ പ്രധാനമായിട്ട് വേണ്ട ചില കാര്യങ്ങളാണ് ടീം സ്പിരിറ്റ്.